Hi everyone, welcome back. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. SBI ബാങ്കിൽ നിന്ന് ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഈ ഒരു അക്കൗണ്ടിന്റെ പ്രത്യേകത നമുക്ക് നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് വീഡിയോ KYC ഉപയോഗിച്ചുകൊണ്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാങ്കിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് 15 ദിവസത്തിനുള്ളിൽ നമ്മുടെ കോൺടാക്ട് അഡ്രസ്സിലേക്ക് ATM കാർഡ് നമുക്ക് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ മുകളിൽ ഐ ബട്ടണിലും അതുപോലെ തന്നെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. ഇപ്പോൾ എനിക്ക് എൻ്റെ ATM കാർഡ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്ലൈ ചെയ്ത് 7ാമത്തെ ദിവസം തന്നെ എൻ്റെ കയ്യിൽ കിട്ടി. അപ്പോൾ നമുക്ക് ആ ഒരു ATM കാർഡ് ആക്ടിവേഷൻ ചെയ്ത് പിൻ നമ്പർ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് SBI ബാങ്കിൻ്റെ പുതിയ ATM കാർഡ് ആക്ടിവേഷൻ ചെയ്ത് പിൻ നമ്പർ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതായിരുന്നു SBI ബാങ്കിൽ നിന്ന് നമുക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള ATM കാർഡിൻ്റെ കിറ്റ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ATM കാർഡിൻ്റെ കിറ്റിലുണ്ടായിട്ടുള്ളത് നമ്മുടെ ATM കാർഡ് ഇടാനുള്ള ഒരു പൗച്ച്, അതുപോലെ തന്നെ നമ്മുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ്, നമ്മുടെ കാർഡ് ട്രാൻസാക്ഷൻ ലിമിറ്റ് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു മാനുവൽ, അതുപോലെ തന്നെ നമ്മുടെ ATM കാർഡ്, നമ്മുടെ കാർഡ് ആക്ടിവേഷൻ ചെയ്യാനുള്ള മെത്തേഡുകൾ, ഇത്ര ഉൾപ്പെടുത്തിയുള്ള ഒരു ലെറ്റർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ATM കാർഡിൻ്റെ കിറ്റിൽ നമുക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ പുതിയ SBI ATM കാർഡ് പിൻ നമ്പർ ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള മെത്തേഡുകളാണ് അവിടെ കൊടുത്തുള്ളത്. 4 രീതിയിൽ നമുക്ക് പിൻ നമ്പർ സെറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഒന്നാമത്തേത് SBI ATM വഴി, രണ്ടാമത്തേത് ഇൻ്റർനെറ്റ് ബാങ്കിങ്, മൂന്നാമത്തേത് SMS, നാലാമത്തേത് IVRS. ഞാനിവിടെ ആക്ടിവേഷൻ ചെയ്യാനായിട്ട് പോകുന്നത് മൊബൈൽ ആപ്പ് വഴിയാണ്. ഞാൻ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഇൻ്റർനെറ്റ് ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ് തുടങ്ങിയ ഉപയോഗിക്കാനായിട്ട് കഴിയുമെന്നുള്ളത്. ഇത്തരത്തിൽ മൊബൈൽ ബാങ്കിങ് ആക്റ്റീവ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ഈ ഒരു രീതിയിൽ പുതിയ ATM കാർഡിന് പിൻ നമ്പർ സെറ്റ് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള SBIയുടെ ആപ്പ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ നമ്മുടെ MPIN നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു MPIN കൊടുത്തുകൊണ്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ ഒരു MPIN എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതുപോലെ ലോഗിൻ ആകുന്നത് കാണാം. ശേഷം നമുക്ക് yonosbi ആപ്പിൻ്റെ മെയിൻ ഇൻ്റർഫേസ് ഇതുപോലെ ആയിരിക്കും ഓപ്പണായി വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. അതിൽ നിന്ന് കാർഡ്സ് എന്നുള്ള ഓപ്ഷനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതുപോലെ ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. മൈ കാർഡ്സ്, SBI ഡെബിറ്റ് കാർഡ്, SBI ക്രെഡിറ്റ് കാർഡ്, SBI പ്രീപെയ്ഡ് കാർഡ്സ് എന്നിങ്ങനെയുള്ള 3 സെക്ഷൻ കാണാം. ഇതിൽ നിന്ന് നമ്മൾ മൈ ഡെബിറ്റ് കാർഡ് എന്നുള്ള ഓപ്ഷനിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഈ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ നമ്മുടെ ഡെബിറ്റ് കാർഡിൻ്റെ ഡിജിറ്റൽ ഫോമാറ്റ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ താഴ്ഭാഗത്തായിട്ട് ബ്ലോക്ക് കാർഡ്, മാനേജ് യൂസേജ് ആൻഡ് ലിമിറ്റ്സ്, സെറ്റ് ഓർ റീസെറ്റ് ATM പിന്ന്, ആക്ടിവേറ്റ് കാർഡ് എന്നിങ്ങനെ 4 ഓപ്ഷൻസ് നമുക്ക് കാണാം. ഇതിൽ നിന്ന് ആക്ടിവേറ്റ് കാർഡ് എന്നുള്ള ഈ ഓപ്ഷനിൽ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതുപോലെ ഒരു വാർണിംഗ് മെസ്സേജ് വരും, ഡിഡ് യു റിസീവ് ദി ഡെബിറ്റ് കാർഡ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഡെബിറ്റ് കാർഡ് നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുക. അപ്പോൾ നമ്മുടെ ഡെബിറ്റ് കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ യെസ് എന്നുള്ളതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ നമ്മളവിടെ എസ് എന്നുള്ളതിൽ എൻ്റർ ചെയ്യുന്നതോടുകൂടെ നമ്മൾ ഇതുപോലെ ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. അവിടെ എൻ്റർ കാർഡ് നമ്പർ എന്നുള്ളത് കാണാം. അവിടെ നമ്മുടെ ATM കാർഡിൻ്റെ 16 അക്ക നമ്പർ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ ATM കാർഡിൻ്റെ 16 അക്ക നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അവിടെ താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ഈ ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതോടുകൂടെ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. എൻ്റർ OTP എന്നുള്ള ഭാഗത്ത് നമ്മുടെ മൊബൈലിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു OTP കോഡ് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഈ ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. സക്സസ്ഫുൾ, യുവർ കാർഡ് ഹാസ് ബീൻ ആക്ടിവേറ്റഡ്. നമ്മുടെ ATM കാർഡ് ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ATM കാർഡിന് പിൻ നമ്പർ സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഇവിടെ താഴെയുള്ള ഗോ ടു റിലേഷൻഷിപ്പ് എന്നുള്ള ഈ ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ആ പഴയ പേജിലോട്ട് തന്നെ വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ താഴെയുള്ള ഓപ്ഷനിൽ സെറ്റ് ഓർ റീസെറ്റ് പിൻ എന്നുള്ള ഈ ഓപ്ഷനിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ നമ്മുടെ കാർഡ് നമ്പർ നമുക്ക് മാസ്ക്ഡ് ആയിട്ട് കാണാം. അതിന് താഴെയായിട്ട് എൻ്റർ ന്യൂ പിൻ, അതിന് താഴെ കൺഫേം ന്യൂ പിൻ എന്നിങ്ങനെ 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെ എൻ്റർ ന്യൂ പിൻ എന്നുള്ള ഭാഗത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ ATM കാർഡിന് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 4 അക്ക പിൻ നമ്പർ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള കൺഫേം ന്യൂ പിൻ എന്നുള്ള ഭാഗത്ത് നമ്മൾ മുകളിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന അതേ പിൻ നമ്പർ ഒരിക്കൽ കൂടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മുടെ മൊബൈലിലേക്ക് നമുക്കൊരു OTP വരുന്നതായിരിക്കും. എൻ്റർ OTP, ആ ഭാഗത്ത് നമ്മുടെ മൊബൈലിലേക്ക് വന്നിട്ടുള്ള ഒരു OTP കോഡ് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സക്സസ്ഫുൾ, യുവർ ATM പിൻ ഫോർ കാർഡ് നമ്പർ ഹാസ് ബീൻ സക്സസ്ഫുള്ളി ജനറേറ്റഡ്. നമ്മുടെ കാർഡ് നമ്പർ അവിടെ മാസ്ക്ഡ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ATM കാർഡിന് നമ്മൾ പിൻ നമ്പർ സെറ്റ് ചെയ്യലും ആക്ടിവേഷൻ സക്സസ്ഫുൾ ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം പുതുതായിട്ട് ഇഷ്യൂ ചെയ്യുന്ന കാർഡിന് പിൻ ജനറേറ്റ് ചെയ്യുന്നത് നമ്മുടെ yonosbi വഴിയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ഉപയോഗിക്കുന്നത് നമ്മുടെ SBI ATM വഴി മാത്രമേ ചെയ്യാൻ കഴിയൂ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. SBI ATM കാർഡിന് പിൻ നമ്പർ സെറ്റ് ചെയ്ത് ആക്ടിവേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.